കേരളത്തിൽ പിണറായി സത്തിനെതിരെ UDF-ൽ അതിശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന UDF-ന്റെ ഉന്നതനായ യൂത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. എന്താണ് പിണറായി അവസാനിപ്പിക്കാൻ? ഒരു മണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റ് ഉണ്ടാകും. നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇരയാണ്, മലയോര മേഖലയിലെ ഇരകളാണ്. അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ശബ്ദിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ പിണറായി സത്തെ നമുക്ക് താഴെ ഇറക്കണമല്ലോ. വളരെ സൗഹൃദപരമായി സംസാരിച്ച് പോവുക. അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട്. അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ. ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. 4 ദിവസം മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? കെ സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത്? ഞാൻ ഒരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ എന്നെ എന്താ പറയുക, ചവിട്ടി താഴ്ത്തുന്ന എന്താ, സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം SP 5 ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തുവിട്ടു. എൻ്റെ വീട്ടിലെ കാര്യത്തിനാണോ? ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ആ ഫോൺ കോൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? ജനങ്ങൾ ആ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ സത്യസന്ധത ഉണ്ട് എന്ന് ജനങ്ങളെ ഉറപ്പുവരുത്തിയത് ആ ഫോൺ കോള് പുറത്തു വിട്ടപ്പോഴാണ്. അത് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. PV അൻവർ LDF-ൽ ഇരിക്കുമ്പോൾ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടോ? പിണറായി സത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ CPM-ലെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരാളെ പേര് ഞാൻ പറഞ്ഞോ? അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇടപാടുകൾ, നിങ്ങൾ തമ്മിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങളത് പുറത്തു പറയരുത്. അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ്, വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവനെ ഞാൻ. അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഞാൻ സുജിത് ദാസിൻ്റെ ആ കാര്യം പുറത്തു വിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ സമൂഹം അത് വിശ്വാസം അർപ്പിച്ചത്. അപ്പോൾ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇന്നിപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ, നിങ്ങൾ ആലോചിക്ക് അൻവർ, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. UDF ലീഡർഷിപ്പിൻ്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? VD സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDF-ൻ്റെ. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു. ഇനി അങ്ങോട്ടാ പോകേണ്ടത്? ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ചോദ്യങ്ങൾക്ക് PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല, അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും. PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പം അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം?